ഹായ് ഹലോ അസ്സലാമലൈക്കും. അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടെ ഒരുങ്ങി ഒന്ന് കരുനാപ്പള്ളി വരെ പോകാൻ പോവാണ്. ഇക്കയുടെ പെങ്ങടെ ഒരു ഓസ്ട്രേലിയാണ്. അപ്പൊ എല്ലാരും നേരത്തെ ഒരുങ്ങി നിൽക്കും. പക്ഷെ എന്താ കാണിക്കാൻ നമ്മളിവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. ഇക്കയുടെ മാമായും മാമിയും അമ്മയുടെ മക്കളും വരാനുണ്ട്. അപ്പം വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഞങ്ങള് ഒരുമിച്ച് ഇറങ്ങുവാണെങ്കിൽ ഒരുമിച്ച് എത്തുമല്ലോ. സ്ഥലവും ഐശിന്റെ മുടി കണ്ടു. അവരൊരു 12 മണിയൊക്കെ കഴിഞ്ഞപ്പോഴാ വന്ന. പിന്നെ ഉമ്മിയും മായനും ഐശുവും ഇസാമനും അതിനകത്ത് കയറി. ഞങ്ങള് വണ്ടിയിലും പോയി. പിന്നെ സിയാമോക്കാണെങ്കിൽ ഉറക്കം തൂങ്ങിയിരിക്കുവായിരുന്നു. അപ്പൊ ഉമ്മിയാണെങ്കിൽ കാറിൽ വിളിച്ച് സിയാമോളെ ഇരുത്താന്നു. നല്ല വെയിലും ഉണ്ടായിരുന്നല്ലോ. അപ്പം അങ്ങനെ സിയാമോളെ കാറിലും കയറ്റി ഞങ്ങള് വണ്ടിയിലും കയറിയാണ് പോയത്. വണ്ടിയിലും പോയി. പിന്നെ ഞാൻ സ്പീക്കർ എടുത്തിട്ടുണ്ടായിരുന്നു, പാട്ടിട്ടോണ്ട് പോവാന്ന് വിചാരിച്ചു. അങ്ങനെ പാട്ടിട്ടോണ്ട് പോയി. അതിന്റെ ഇടക്ക് ഇസാമോൻ ഛർദ്ദിച്ചായിരുന്നു. അങ്ങനെ ഇസാമോനെ ഇങ്ങോട്ട് കയറ്റി, വണ്ടിയിലും കയറ്റി. അങ്ങനെ ഞങ്ങള് ഇസാമോനുമായിട്ടായിരുന്നു പോയത്. നമ്മൾ അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. നമ്മളിനി 1.8 കിലോമീറ്റർ കൂടെ ഉണ്ട്. ഹായ് കൊടുത്തു. ഹായ് ഗൈസ്. പിന്നെ ഞങ്ങൾ അവിടെ എത്തിയപ്പോ ഒരു 1:30 കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് നേരെ അങ്ങ് കഴിക്കാൻ വേണ്ടി കയറ്റിയായിരുന്നു. അപ്പൊ ആണുങ്ങളും പെണ്ണുങ്ങളും വെവ്വേറെ ആയിരുന്നു. അതുകൊണ്ട് ഞാനും ഇരിക്കാൻ വെവ്വേറെ സ്ഥലത്തായിരുന്നു ഇരുന്നത്. പിന്നെ സിയാമക്ക് നല്ല വിശപ്പും ഉണ്ടായിരുന്നു. രാവിലെ ബ്രെഡ് എന്തോ കഴിച്ചുള്ളൂ. അപ്പം സിയാമക്ക് ഞാൻ വാരി കൊടുക്കുമായിരുന്നു. ചോറൊക്കെ ഇഷ്ടപ്പെട്ട് ചോറൊക്കെ കഴിച്ചു. പക്ഷെ സിയാമൾ ആദ്യം ഉറങ്ങി വന്നോണ്ട് പിന്നെ ഉച്ച കഴിഞ്ഞ് ഉറക്കം ഇല്ല. അതുകൊണ്ട് വലിയ വാശിയൊന്നും അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. പക്ഷെ എല്ലാരെയും കണ്ടപ്പം ഒരു ഭയങ്കര നിർബന്ധം പോലെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അടുത്തൊന്നും പോണില്ല. എല്ലാരും ഇങ്ങനെ അന്തം വിട്ട് നോക്കിയിരിക്കുവായിരുന്നു സിയാമോള്. അങ്ങനെ പിന്നെ എല്ലാരും ഇങ്ങനെ എപ്പോഴും കാണത്തില്ലല്ലോ, വല്ലപ്പോഴും ഒക്കെ. ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് ഇങ്ങോട്ട് വരുന്നത്. അപ്പം കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പം 3-ാമത്തെ വർഷം ആകാറായി. ജൂലൈ വരുമ്പോൾ 3-ാമത്തെ വർഷം. അപ്പൊ ആദ്യമായിട്ട് ഇങ്ങോട്ട് വരുന്നത്. അപ്പൊ അങ്ങനെ ഇടക്കിടക്കൊക്കെ എല്ലാം മീറ്റ് ചെയ്യത്തുള്ളൂ. പിന്നെ എല്ലാവരുമായിട്ടും കണ്ടേലെന്ന് പറഞ്ഞ് ഫോട്ടോ എടുക്കാന്നൊക്കെ വിചാരിച്ച്. പിന്നെ അതിന്റെ ഇടയ്ക്ക് തന്നെ കളിയാക്കി പൊക്കമില്ല, ഫ്രണ്ടിൽ കയറിയിരിക്കാനൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങളെല്ലാരും കൂടെ ഇങ്ങനെ ഫോട്ടോ എടുത്ത് വീഡിയോ ഒക്കെ എടുത്ത് ഇരിക്കുകയായിരുന്നു. പിന്നെ കുറച്ച് സംസാരിച്ച് കുറച്ച് വൈകിട്ട് 3 മണിയൊക്കെ കഴിഞ്ഞപ്പോഴായിരുന്നു പോകുന്നത്. ഇടയ്ക്ക് ഐശു ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തോ തേരാപ്പാര അടക്കുമായിരുന്നു. അപ്പൊ ഇക്ക പറഞ്ഞ എന്തോ കൊണ്ട് കളഞ്ഞിട്ടുണ്ട്, അവള് തപ്പി നടക്കും, എന്തോ പന്തികേടുണ്ടെന്ന്. ഞാനപ്പം തലയിലോട്ടാണ് നോക്കിയത്, ക്ലിപ്പും എല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ ക്ലിപ്പൊക്കെ ഉണ്ട്. സത്യം പറഞ്ഞ ആള് കമ്മൽ കൊണ്ട് കളഞ്ഞു. കുറേ നോക്കി, ആരെയും അറിയിക്കാതിരിക്കാൻ കുറേ നോക്കി. പക്ഷെ കിട്ടില്ല എന്ന് പറഞ്ഞപ്പോ പിന്നെ ഒറ്റക്കരച്ചിലായിരുന്നു. പിന്നെ ആശ്വസിപ്പിച്ച് കുഴപ്പമില്ല, കമ്മലല്ലേ ഓട്ടാന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ച് നമ്മള് കുറച്ച് പോസ്റ്റൊക്കെ അടിച്ചിരുന്ന് എല്ലാവരെയും അറിയത്തില്ലല്ലോ. അതുകൊണ്ട് നമ്മളവിടെ ഇങ്ങനെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ റീലൊക്കെ കണ്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് തമാശ അതും ഇതൊക്കെ പറഞ്ഞ് ഇല്ലായിരുന്നു. പിന്നെ സിയാമോളാണെങ്കിൽ അങ്ങനെ ആർഡിക്കലും പോകുന്നുമില്ല. എല്ലാവരും ഇങ്ങനെ നോക്കുന്നില്ല, അങ്ങനെ ആർഡിക്കലും പോകുന്നില്ല. പിന്നെ ഇവൻ്റെ അടുക്കലാണെങ്കിൽ ഒട്ടും പോണില്ല. അവൻ വിളിച്ചിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നെ അങ്ങനെ നമ്മളെ വൈകിട്ടൊക്കെ ആയപ്പം എല്ലാവരോടും യാത്ര പറഞ്ഞ് പോകാമെന്ന് വിചാരിച്ച്. അപ്പം മറ്റേ ഇത്തിയുടെ വീട്ടിലും കൂടെ കയറാമെന്ന്. ഇത്തിയുടെ വീട് കുറച്ച് 1 കിലോമീറ്റർ പോലും ഇല്ലെന്ന് തോന്നുന്നു. ഉണ്ടെന്ന് തോന്നുന്നു. അത്രേ ഡിസ്റ്റൻസേ ഉള്ളൂ. ഒന്ന് കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. ലാസ്റ്റ് പറഞ്ഞ് ആ വീട്ടിലും കൂടെ കയറിയിട്ട് പോകാമെന്ന് വെച്ചപ്പോൾ നേരെ അങ്ങോട്ടാണ് പോകുന്നത്. രണ്ടാമത്തെ പെങ്ങളുടെ വീട്ടിൽ വന്നേക്ക അടുത്തായത് കൊണ്ട് ഒന്ന് കണ്ടിട്ട് പോവാന്ന് കരുതി വന്നു. സാമോനെ ബിരിയാണി ഉരുളായിരുന്നു. ആദ്യം വന്നപ്പോ ഛർദിച്ച്, മാങ്ങ ഫുള്ള് ഛർദിച്ച്.
അവിടെ നിന്ന് നേരെ പോയത് അഴീക്കൽ ബീച്ചിലോട്ടാണ്. അപ്പം എല്ലാരും ഇങ്ങനെ ഒത്തൊരുമിച്ച് കിട്ടുന്നത് വലിയ അപൂർവമായ നിമിഷമായതുകൊണ്ട് ഇന്ന് അങ്ങ് അടിച്ചു പൊളിക്കാന്ന് വിചാരിച്ചു. അങ്ങനെ നേരെ ഞങ്ങൾ ചായ കുടിക്കാനാണ് പോയത്. പക്ഷെ അഴീക്കൽ കറക്റ്റ് സ്പോട്ട് വേറെ സ്ഥലം അപ്പറയായിരുന്നു. ഇത് പാലം കയറി ഇപ്പറേ ലൈറ്റ് ഹൗസിന്റെ അവിടെ വന്നിട്ടാണ് ഞങ്ങൾ ഇരുന്നത്. അപ്പൊ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ചായയൊക്കെ കുടിച്ച് നമ്മൾ ഭയങ്കര അലമ്പായിരുന്നു. അങ്ങോട്ട് കയറും ഇറങ്ങും കയറും ഇറങ്ങും, അങ്ങനെ ഭയങ്കര ഭയങ്കര അലമ്പായിരുന്നു. പിന്നെ ഉറക്കവും വന്നിരിക്കുവായിരുന്നു ആൾക്ക്. ഉച്ചയ്ക്ക് ഉറങ്ങിയില്ലല്ലോ. ബീച്ച് കണ്ട വീഡിയോയും ഫോട്ടോ എടുക്കലും മസ്റ്റാണല്ലോ. അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് അത് കാണിക്കലും പരിപാടിയൊക്കെ ആയിരുന്നു. പിന്നെ നല്ലൊരു വൈബ് സ്ഥലമായിരുന്നു, നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ തിരിച്ചു പോയപ്പോൾ വീഡിയോ ഒന്നും എടുത്തില്ല, നമ്മൾ കരച്ചിലും ഉറക്കവും കൂടെ ഒരുമിച്ചായിരുന്നു. പിന്നെ നമ്മളങ്ങ് വൈകിട്ട് ആയി വീട്ടിലെത്തിയപ്പോ ഉടുപ്പൊക്കെ മാറി ചെയ്യാനുള്ള ഉറക്കമാണ്. എനിക്കിവിടെ ഫുള്ള് ഒതുക്കാം. നമ്മള് ഒരുങ്ങി പോകുമ്പോ ഇവിടെ ഫുള്ള് രംഗോലമായിട്ടിട്ട് പോകണം. അപ്പൊ ഒതുക്കിയിട്ടൊന്നും കിടക്കണം, നല്ല നടുവേനായിട്ട്. വീഡിയോ